الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. صدق الله العلي العظيم. ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠരെ, ആദരണീയരായ കാരണവന്മാരെ, സ്നേഹമുള്ള എന്റെ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, മറ്റു സത്യവിശ്വാസികളെ, സഹപ്രവർത്തകരെ, ഇങ്ങനെ ഒരു പരിപാടിയിൽ സംബന്ധിച്ചാൽ വിധി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാമുഖത്തിന്റെ ആവശ്യം ഉണ്ടാകില്ല. ഉള്ള സമയം വിഷയം പറഞ്ഞാൽ മതിയല്ലോ. കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന, ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് ജ്വലിച്ചു നിൽക്കുന്ന ഒരു വലിയ പണ്ഡിത സഭയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റു സംഘടനകളെ കുറിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഉത്തരവാദപ്പെട്ട ഒരു സംഘടന എന്ന നിലയ്ക്ക് അത് അനിവാര്യവുമാണ്. ആദർശബോധമുള്ള ഒരു പ്രസ്ഥാനമാകുമ്പോൾ അതിന്റെ കാഴ്ചപ്പാട് സുനിശ്ചിതമായിരിക്കും. മറ്റുള്ളവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യക്തവും. അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഗഹനമായ പഠനത്തിന് ശേഷമാണ് ആ നിലയ്ക്കുള്ള സമീപനങ്ങൾ സ്വീകരിക്കുക പതിവ്. നിങ്ങൾക്കറിയാം, അഹ്മദിയ ജമാഅത്ത്, അഹ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന പേരിലാണ് അവരിവിടെ പ്രവർത്തിക്കുക പതിവ്. അഹ്മദിയ ശാസ്ത്ര ജമാഅത്താണെങ്കിലും ആ സംഘത്തെക്കുറിച്ച് ആദ്യമായി അവർ അമുസ്ലിങ്ങളാണെന്ന് ലോകത്ത് പ്രഖ്യാപിക്കുന്നത് സമസ്തയാണ്. തികച്ചും യാദൃച്ഛികമായിരിക്കാം പാകിസ്ഥാൻ ഗവൺമെന്റ്, സൗദി ഗവൺമെന്റ് ഉൾപ്പെടെ ലോക മുസ്ലിം രാഷ്ട്രങ്ങളും മുസ്ലിം ലോക പണ്ഡിതന്മാരും ഒക്കെ അവർ അമുസ്ലിങ്ങളാണെന്ന് പിന്നീട് വ്യക്തമായി പറയുകയാണ്. സമസ്തയുടെ ചുവട് പിടിച്ച് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. തികച്ചും യാദൃച്ഛികമായിരിക്കാം. എന്നാൽ ലോകത്താദ്യമായി അങ്ങനെ പറഞ്ഞത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അന്ന് പലർക്കും അത് പറയുമ്പോൾ ഒരുപക്ഷെ പ്രയാസങ്ങൾ കാണും. അത് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി, വസ്തുനിഷ്ഠമായി പഠിച്ച് അപഗ്രഥിച്ച ശേഷമുള്ള പ്രഖ്യാപനം. ഉത്തരവാദപ്പെട്ട ഒരു പണ്ഡിത സഭയല്ലേ, ആലോചിച്ച് വേണ്ടേ തീരുമാനമെടുക്കാൻ? ധൃതിപ്പെട്ട് പെട്ടെന്നുണ്ടാകുന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ താൽക്കാലികമായി തോന്നുന്ന ചില ചാത്തല്യങ്ങളുടെ പേരിൽ മറ്റൊരു പ്രസ്ഥാനത്തെ വിലയിരുത്തുക സാധ്യമല്ല. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചും 1960കളിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വ്യക്തമായ ഒരു തീരുമാനം എടുക്കുന്നത്. സമസ്ത മുശാവറ മുമ്പാകെ കേരളത്തിലെ ചില പ്രമുഖ വ്യക്തികൾ ചോദ്യം ഉന്നയിച്ചു, മുശാവറയുമായി സംശയം ചോദിച്ചു. ഉത്തരേന്ത്യയിലെ ജനാബ് മുഹമ്മദ് ഇലിയാസി സാഹിബിനാൽ ജന്മമെടുത്ത തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് സമസ്തയുടെ കാഴ്ചപ്പാട് എന്താണ് എന്നായിരുന്നു ചോദ്യത്തിന്റെ ചുരുക്കം. മുശാവറ ധൃതി പിടിച്ച് ഒരു തീരുമാനം എടുത്തില്ല. അന്ന് മുശാവറയിലെ പ്രമുഖ അംഗങ്ങളായിരുന്ന മർഹൂം വാണിയമ്പല ഉസ്താദ്, മർഹൂം കൂത്തുമല ഉസ്താദ്, നബറല്ലാഹു തആല മഖ്റഹുമ ആമീൻ മുതലായ മുശാവറയിലെ 5 ആലിമീങ്ങളെ അധികാരപ്പെടുത്തി
തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ ഗ്രന്ഥങ്ങളും പഠിച്ച് പരിശോധിച്ച് മുഷാവറ മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കാൻ. മാസങ്ങൾക്ക് ശേഷം ഇവർ 5 പേരും തങ്ങളെ ചുമതലപ്പെടുത്തിയത് പ്രകാരം തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം നിരത്തി പഠിച്ച് പരിശോധിച്ച് മുഷാവറ മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചു. അതൊരു വിജായി പ്രസ്ഥാനമാണ്, പുത്തൻ പ്രസ്ഥാനമാണ് മുജാഹിദ് ജമാഅത്ത് കക്ഷികളെ പോലെ. മുജാഹിദിന്റെ ജമാഅത്തിലേക്ക് ആശയങ്ങളുള്ള ഒരു സംഘടനയാണ് തബ്ലീഗ് ജമാഅത്തും. വേഷവിധാനത്തിൽ അങ്ങനെ കാണുന്നില്ലെങ്കിൽ പോലും അവരുടെ ആദർശങ്ങളിൽ ഉത്തരവാദപ്പെട്ടവരുടെ പ്രസിദ്ധീകരണങ്ങളിലും പ്രഖ്യാപനങ്ങളിലുമൊക്കെ ആ പുത്തനാശയങ്ങളുണ്ട് എന്ന് ഈ മഹാന്മാരായ 5 പണ്ഡിതന്മാർ റിപ്പോർട്ട് സമർപ്പിച്ച അടിസ്ഥാനത്തിലാണ് മുഷാവറ തബ്ലീഗ് ജമാഅത്തിൽ വിദായി സംഘടനയാണെന്ന് തീരുമാനമാണ്. മുഷാവറയുടെ തീരുമാനം അന്നത്തെ പ്രമുഖ പത്രത്തിൽ പരസ്യം ചെയ്തു. ഞാൻ നോക്കുമ്പോൾ ഞങ്ങളൊക്കെ അൽസ പത്രമിനെ പോകുന്ന കാലത്താണ് പരസ്യം വന്നപ്പോൾ കേരളത്തിൽ അന്ന് ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് സമസ്തയുടെ തീരുമാനത്തോട് എതിർപ്പുണ്ടായി. ഞാൻ മറച്ചു വെക്കുന്നില്ല. രാജ്യത്ത് സാധാരണ 45-50 വയസ്സായ ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. വലിയൊരു വിഭാഗം ആലിമീങ്ങൾ തബ്ലീഗിനെതിരെ സമസ്ത വ്യക്തമായ തീരുമാനമെടുത്തപ്പോൾ സമസ്തക്കെതിരെ രംഗത്ത് വന്നു. ആരൊക്കെയല്ലോ എന്നൊരു ബാക്കയാത്തിലെ പ്രിൻസിപ്പാളായിരുന്ന മർഹൂം കുട്ടിമുസ്ലിയാർ, പ്രമുഖ മുഹദ്ദിസായിരുന്ന ശേഖത്തിനകത്ത്, അന്ന് ജീവിച്ചിരിപ്പുള്ള പത്രികകളിൽ പ്രമുഖനായിരുന്ന കായക്കോട് കുഞ്ഞലി മുസ്ലിയാർ, ജീവന പണ്ഡിതനായിരുന്ന കാസർകോട് കാളി അവറാ മുസ്ലിയാർ, ഇന്നും ജീവിച്ചിരിപ്പുള്ള ചായ തേണ്ടി കുട്ടി മുസ്ലിയാർ തുടങ്ങിയ വലിയ പണ്ഡിതന്മാർ സമസ്തയുടെ തീരുമാനത്തെ എതിർത്ത് രംഗത്ത് വന്നു എന്ന് മാത്രമല്ല, അവർ അഖില കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു. സമസ്തയുടെ സമാന്തരമായി. ഞാൻ അവരൊന്നും ആക്ഷേപിക്കുന്നില്ല, ഒരാളും ആക്ഷേപിക്കുന്നില്ല. അംഗീകരിക്കുന്നു എന്നർത്ഥമില്ല. ഒരു ഇത്തിബാഉ ശൈഉൻ ഒരു ഇഹാനത്തു ശൈഉൻ ആഖർ. നമുക്കതറിയാം. കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ചുമതലയാണ് നമുക്കുള്ളത്. ഇതെല്ലാം വെറുതെ മറ്റുള്ളവരെ നേരിട്ട് കാരണം അതേ സമയത്ത് കാര്യങ്ങൾ തിരിച്ചറിയണം. തിരിച്ചറിവ് അനിവാര്യമാണ്. പടച്ച നമ്പരാൻ ബുദ്ധി തന്നത് അതിനെ വേണ്ടി. ഞാനീ സൂചിപ്പിച്ചവരും അവരോട് ബന്ധപ്പെട്ടവരുമായ പ്രമുഖ പണ്ഡിതന്മാർ ചേർന്ന് അഖില കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചു. അവർ ജമഅത്ത് എന്ന പേരിൽ പത്രം തുടങ്ങി. വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു. മദ്രസ പാഠപുസ്തകം വേറെ അടുപ്പിച്ചു. മദ്രസ അംഗീകരിക്കാൻ തുടങ്ങി. എല്ലാം സമാന്തരം. അന്ന് ബാസത്തിട്ടങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമാണ്. ബാസത്തിട്ടങ്ങൾ ഈ ആന്റണികൾക്കിടയിൽ അന്വേഷണ ശ്രമം നടത്തി. ഒരു മത്തായ ശ്രമം വിജയം കണ്ടില്ല. ഭാഗ്യം എന്നേ പറയുള്ളൂ. അഖില കേരള ജമിയത്തുൽ ഉലമയും 40 അംഗ മുഷാവറയാണ് രൂപീകരിച്ചിരുന്നത്. അവരുടെ മുഷാവറ ചേർന്ന് അവരും 5 പേരെ ചുമതലപ്പെടുത്തി. ഇന്നും ജീവിച്ചിരിക്കുന്ന കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ ഉൾപ്പെടെയുള്ളവരായിരുന്നു പ്രസ്തുത 5 പേർ. മറ്റ് പലരുടെയും പേര് ഞാൻ മനഃപൂർവ്വം പറയാതിരിക്കുകയാണ്. ഈ 5 പേർ അഖില കേരള ജമിയത്തുൽ ഉലമ ചുമതലപ്പെടുത്തി തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പഠിച്ച് അഖില മുഷാവറയിൽ റിപ്പോർട്ട് സമർപ്പിച്ച ആ 5 പേരും സമസ്തയുടെ വിമർശനത്തിന് വിധേയമായ പുസ്തകങ്ങളൊക്കെ വായിച്ചു, പഠിച്ചു. അഖില മുഷാവറയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. സമസ്തക്കാര് പറയുന്നതൊക്കെ ശരിയാണ്. അതായിരുന്നു റിപ്പോർട്ട്. അതിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ അഖില കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തന രഹിതമായത്. യഥാർത്ഥ കാരണമാണ് സമസ്തക്കാര് പറഞ്ഞ് ശരിയാണ് പറ്റുന്നു. ഇന്നും അത് തന്നെയാണ് അവസ്ഥ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് എന്നല്ല, സമസ്ത ഏതൊരു സംഘത്തെക്കുറിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ അത് വളരെ സൂക്ഷ്മമായി പഠിച്ച് ആലോചിച്ച് ചെയ്തതാണ്.
കൂടെ നിൽക്കുന്നവരെ കുറിച്ച് പോലും ദൗർഭാഗ്യവശാൽ തീരുമാനമെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അനിവാര്യമായ ഘട്ടങ്ങൾ നിവൃത്തിയിലാണ്, ആഗ്രഹം ഉണ്ടായിട്ടല്ല, ഇങ്ങനെ ഒരുപോലെ ചിലത് വളരെ ആലോചിച്ചിട്ടുണ്ട്. എന്നാൽ സബലീകരണത്തിനെ കുറിച്ച് സമസ്ത അങ്ങനെയുള്ള തീരുമാനമെടുക്കാനുള്ള പ്രധാന കാരണങ്ങൾ ബഹുമാന്യനായ മാന്യ സുഹൃത്ത് അല്ലെങ്കിൽ കഴിവിൽ നിങ്ങളുടെ മുമ്പാകെ കുറെ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഞാൻ ഏതാനും ചില നുറുങ്ങ ചിന്തകൾ. ഒന്ന്,